ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഔഷധ സസ്യത്തെയാണ്. നറുനീണ്ടി അഥവാ നന്നാറി എന്ന് പറയുന്ന നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. വള്ളിച്ചെടിയായിട്ടിത് ഇങ്ങനെ ചെറിയൊരു ചെടിയായിട്ട് നിൽക്കുന്നത് കാണാം. ഇലകൾ നീണ്ട ഇലകളാണ്. നടുവിലൂടെ ഒരു വെള്ള വര കാണും. അത് കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ പറമ്പിലൊക്കെ കാണും, അതുപോലെ വനപ്രദേശങ്ങളിലുമൊക്കെ ഇത് ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്നൊരു ചെടിയാണ്. ഇതിപ്പോൾ എൻ്റെ അർത്തുങ്കലെ വീട്ടിലാണിത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിവിടെ ഉള്ളൊരു ചെടിയാണ്. അത് പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഇതുപോലെ വളർന്നു നിൽക്കുന്നതാണ്. ഈ ഒരു ചെടിയുടെ കിഴങ്ങാണ് അല്ലെങ്കിൽ വേര് ഭാഗമാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് നറുനീണ്ടിയുടെ കിഴങ്ങ്. നമ്മളിവിടെ കുറച്ച് നറുനീണ്ടിയുടെ കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഷായം ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ നറുനീണ്ടി സിറപ്പ് ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നറുനീണ്ടി ചെടിയുടെ കിഴങ്ങ് നമ്മൾ പാലിൽ ചേർത്ത് തിളപ്പിച്ച് പതിവായിട്ട് കുടിക്കുന്നത് എത്ര വിട്ടുമാറാത്ത ചർമ്മരോഗങ്ങളും മാറാനായിട്ട് നല്ലതാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടും അത് മാറുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യൂ, ഒപ്പം ഇതുകൂടി ഒന്ന് കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നല്ല റിസൾട്ടായിരിക്കും, നല്ല വ്യത്യാസം കിട്ടും. നറുനീണ്ടി കിഴങ്ങ് കഷായം വെച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, പെട്ടെന്ന് തുമ്മലും ജലദോഷവും ഒക്കെ വരുന്ന ആൾക്കാർ, പെട്ടെന്ന് കൂടെ പനി വരുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ ചെടി പറിച്ചതിന് ശേഷം അതിൻ്റെ വേരുഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പച്ചമരുന്നൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ വ്രണങ്ങൾ, ചൊറി, ഇതുപോലെ വിട്ടുമാറാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നറുനീണ്ടി കിഴങ്ങ് അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൽ നീരുണ്ടെങ്കിൽ, ശരീരഭാഗങ്ങളിലെ നീര്, മൊത്തത്തിലുള്ള നീരല്ല, ശരീരഭാഗങ്ങളിലെ നീര് മാറാനായിട്ടും ഇതേപോലെ തന്നെ അരച്ച് പുരട്ടാവുന്നതാണ്. കരൾ, വൃക്ക, ഗർഭപാത്രം, തലച്ചോറ് എന്നീ അവയവങ്ങൾക്കുണ്ടാകുന്ന പലതരം രോഗങ്ങൾക്ക് നറുനീണ്ടി ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അസ്ഥിസ്രാവം, അതുപോലെ പൊങ്ങൻ പനി, പുരുഷഗ്രന്ഥി വീങ്ങി, അതുമൂലം മൂത്രതടസ്സം ഉണ്ടാകുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം നല്ലൊരു മരുന്ന് കൂടിയാണ് നമ്മുടെ നറുനീണ്ടി എന്ന് പറയുന്ന ഈ ഒരു ഔഷധ സസ്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നറുനീണ്ടി സിറപ്പ് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ രേണു ചേട്ടനാണ് ഇത് തയ്യാറാക്കുന്നത്. അന്ന ഇൻഡസ്ട്രീസ് വഴിയാണ് ഇവർ സെല്ല് ചെയ്യുന്നത്, വിൽക്കുന്നത്. രേണു ചേട്ടൻ്റെ വീട്ടിൽ അവർ തന്നെയാണ് ഇത് എല്ലാം നറുനീണ്ടി കിഴങ്ങ് പൊടിച്ചെടുത്തിട്ട് ഒക്കെ ചതച്ചെടുത്തിട്ടൊക്കെ കിഴികെട്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കുറച്ച് സമയമെടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഞാൻ കുറച്ച് സമയമൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നു ഇവിടെ. നറുനീണ്ടിയുടെ ഒരു ഗുണം രേണുചേട്ടൻ പറഞ്ഞ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അണുബാധ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വേനൽക്കാലത്ത് ശരീരത്തിന് ഭയങ്കര ചൂടല്ലേ, ചൂട് മൂലം കുരുക്കളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറാനായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടും ഒക്കെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ ക്ഷീണമൊക്കെ ആകട്ടെ, ഇത് കഴിച്ചാൽ നല്ലൊരു എനർജി ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. ഞാനും ഇതൊരു ബോട്ടിൽ ഇവിടുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കിയത്. കുറച്ച് നാരങ്ങ നീരും ഇത്തിരി തണുത്ത വെള്ളമൊക്കെ ചേർത്തിട്ട് ഈ നറുനീണ്ടി സർവ്വത് ഉണ്ടാക്കി കുടിച്ചാലുണ്ടല്ലോ, നല്ല കിടുവാണ്. എനിക്കും മോനുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് വാങ്ങി കഴിച്ചു നോക്കുക. അന്ന ഇൻഡസ്ട്രീസിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഫുൾ റെസിപ്പി കാണിക്കാൻ നല്ല ടൈം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ വില 70 രൂപ മാത്രമാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഒരുപാട് പേര് ഞാൻ ഓയിലിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇത് അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നിങ്ങൾക്ക് അയച്ചു കിട്ടും. അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെ പറമ്പിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഈ ഒരു ചൂട് കാലത്ത് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അതൊരു ഉപകാരമായിരിക്കും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.